നമുക്ക് യങ്സ് മോഡുലസ് എന്താണെന്ന് പഠിക്കാം. അത് പഠിക്കുമ്പോൾ നമ്മൾ ടെൻസൈൽ ടെസ്റ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ടെൻസൈൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ടെൻസൈൽ ടെസ്റ്റിൽ നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ രണ്ട് സപ്പോർട്ടിനിടയ്ക്ക് ഇതുപോലെ ഫിക്സ് ചെയ്തിരിക്കും. എന്നിട്ട് ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, മുകളിലോട്ടും താഴോട്ടും വലിക്കുന്നു. അതിനെയാണ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ലോഡ് നമുക്കറിയാം, അതിലുണ്ടാകുന്ന ഡിഫ്ലക്ഷനും അറിയാം. അതുവഴി നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കും. അത് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ, അതായത് സ്ട്രെയിൻ എക്സ് ആക്സിസിലും സ്ട്രെസ് വൈ ആക്സിസിലും. നമുക്ക് ഡിഫോമേഷനും ലോഡും അറിയാമെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അപ്പം സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യം ഒരു ലീനിയർ റീജിയൻ ഉണ്ട്, അത് കഴിഞ്ഞ് നോൺ ലീനിയർ റീജിയൻ ആവുന്നു. ആ ലീനിയർ റീജിയണിൽ നമ്മൾ ഇലാസ്റ്റിക് റീജിയൺ എന്ന് പറയും, അത് കഴിഞ്ഞുള്ള റീജിയനെ പ്ലാസ്റ്റിക് റീജിയൺ എന്ന് പറയും. അതായത് ലീനിയർ റീജിയണിൽ നമ്മൾ ഫോഴ്സ് റെഡ്യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഫോഴ്സ് റിമൂവ് ചെയ്താൽ തിരിച്ച് അതുപോലെ വരും. പ്ലാസ്റ്റിക് റീജിയണിലാണെങ്കിൽ പ്ലാസ്റ്റിക് ഡിഫോമേഷൻ നടക്കുന്നത്. ആ സ്പെസിമെൻ കാണുമ്പോൾ മനസ്സിലാവും. പ്ലാസ്റ്റിക് റീജിയണിൽ ഒരു ക്രാക്ക് ഫോം ചെയ്യും, എന്നിട്ട് സ്പെസിമെൻ പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്യും. ഇലാസ്റ്റിക് റീജിയണിൽ സ്ട്രെയിനിന് പ്രൊപ്പോർഷണലായിട്ട് സ്ട്രെസ്സ് മാറും. അപ്പം സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ഇ ഇൻറ്റു സ്ട്രെയിൻ, സിഗ്മ ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഇൻറ്റു എഫ്സിനോൺ. ആ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ഇ ആണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ്, സ്ട്രെയിൻ യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട്. അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ SI യൂണിറ്റിൽ, അല്ലെങ്കിൽ പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് ബ്രിട്ടീഷ് യൂണിറ്റിൽ അങ്ങനെയായിരിക്കും. ഇനി ഈ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഓരോ മെറ്റീരിയലിനും യങ്സ് മോഡുലസ് ഡിഫറൻ്റ് ആയിരിക്കും. യങ്സ് മോഡുലസ് ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ഇനി ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വേറെ ചില മെറ്റീരിയൽസിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം വരച്ചത് ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെയാണ്, ഫോർ എക്സാമ്പിൾ മൈൽഡ് സ്റ്റീൽ. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് വേറെ മെറ്റീരിയൽസായ ടൈറ്റാനിയം കാർബൈഡ്, കാർബൺ സ്റ്റീല്, അലുമിനിയം, പോളിപ്രൊപ്പലിൻ, അതിൻ്റെയൊക്കെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രമാണ്. അത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. കാരണം ഇത് ബ്രിറ്റിൽ മെറ്റീരിയലാണ്. ബ്രിറ്റിൽ മെറ്റീരിയലാകുമ്പം പ്ലാസ്റ്റിക് റീജിയൺ ഇല്ല, ഇലാസ്റ്റിക് റീജിയൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ബ്രേക്ക് ആവും. ഇനി ഒരു ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ യങ്സ് മോഡുലസ് കാണിച്ചിരിക്കുന്ന ഒരു ചാർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും യങ്സ് മോഡുലസ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. അത് യങ്സ് മോഡുലസ് ഓഫ് സെറാമിക്സ് ആണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് മെറ്റൽസ്, പിന്നെ പോളിമേഴ്സ്. ഇനി യങ്സ് മോഡുലസ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന് ഡിഫറെൻ്റ് ആകാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. യങ്സ് മോഡുലസ് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. അത് ഡിഫറൻ്റ് ആകാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റാത്തതാണ് ആറ്റങ്ങളെന്ന് പറയുന്നത്. അപ്പം അറ്റോമിക് ലെവലിലോട്ട് നമുക്ക് പോവാം. അപ്പം അറ്റോമിക് ലെവലിൽ നമ്മൾ പോകുമ്പം നമുക്കറിയാം മെറ്റീരിയൽസ് ആർ മെയ്ഡ് ഓഫ് ആറ്റംസ്. അപ്പോൾ ആറ്റംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ആറ്റംസിനിടയ്ക്ക് എന്തുണ്ട്, അത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിനെയാണ് ബോൺസ് എന്ന് പറയുന്നത്, ഇൻ്റർ അറ്റോമിക് ബോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ ടെൻസൈൽസ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബോൺസ് സ്ട്രെച്ച് ചെയ്യുന്നു. അതാണ് ഈ കാണുന്നത്, സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പം ഇലാസ്റ്റിക് ഡിഫോമേഷൻ നടക്കുമ്പം നമ്മൾ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിയുമ്പം സ്ട്രെച്ച് ചെയ്ത ബോൺസ് പഴയ സ്ഥലത്ത് തന്നെ വന്ന് ചേരും. അപ്പോൾ അതിനെയാണ് ഇലാസ്റ്റിക് ഡിഫോമേഷൻ എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ഡിഫോമേഷൻ എന്ന് പറയുന്നത് കോസ്ഡ് ബൈ സ്ട്രെച്ചിങ് ഓഫ് ബോൺസ് ബിറ്റ്വീൻ ആറ്റംസ്. ഡിഫോമേഷൻ ഈസ് റിവേഴ്സ്ഡ് വെൻ ദ ലോഡ് ഈസ് റിമൂവ്ഡ്. ബട്ട് പ്ലാസ്റ്റിക് ഡിഫോമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബോൺസ് ബ്രേക്ക് ചെയ്യും. ഫോഴ്സ് കൂടുതലായിട്ട് വരുമ്പോൾ ഈ ബോൺസ് ബ്രേക്ക് ചെയ്യും. അപ്പം ഡിഫോമേഷൻ പെർമനൻ്റ് ആണ്. ബ്രേക്ക് ചെയ്ത ബോൺസ് തിരിച്ച് അത് ജോയിൻ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഒരു റീസൺ. അപ്പം ഈ സെറാമിക്സിൽ ഈ അറ്റോമിക് ബോൺസ് വെരി സ്ട്രോങ് ആണ്. മെറ്റൽസിലും സ്ട്രോങ് ആണ്, സെറാമിക്സിലാണ് ഏറ്റവും സ്ട്രോങ്. അപ്പം മെറ്റൽസിലും സെറാമിക്സിലും ഈ ഇൻ്റർ അറ്റോമിക് ബോണ്ട് ഈ സ്ട്രോങ്. പോളിമേഴ്സിലോ ഇൻ്റർ അറ്റോമിക് ബോൺസ് എന്ന് പറയുന്നത് വീക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് സെറാമിക്സും പിന്നെ മെറ്റൽസും യങ്സ് മോഡുലസ് പോളിമേഴ്സിനേക്കാൾ കൂടുതലായിട്ടിരിക്കുന്നത്.